എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പൊതുജന കഴുതിയ ലസർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, നേരത്തെ ഒരു കേരളീയം നടന്നതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നതും. വീണ്ടും കേരളീയം നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. പരിപാടിയുടെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചെലവുകൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് ഇപ്പോൾ വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേരളീയത്തിന് വീണ്ടും അരങ്ങുണരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക പോലും നൽകിയില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആഗോളതലത്തിൽ കേരളത്തിന്റെ നേട്ടങ്ങളും വികസന മാതൃകകളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരളപ്പിറവി ദിനത്തിൽ കേരളീയം ആഘോഷിച്ചു തുടങ്ങിയത്. രണ്ടാം പതിപ്പിനായി സർക്കാർ കോപ്പ് കൂട്ടുമ്പോഴും ഒന്നാം പതിപ്പിന്റെ ചില ആശങ്കകൾ ഇനിയും ബാക്കിയാണ്. കേരളീയത്തിന്റെ ആദ്യത്തെ പതിപ്പിന് കേരളത്തിന്റെ മഹോത്സവം എന്ന നിലക്ക് തന്നെയാണ് ജനങ്ങൾ കേരളീയം നെഞ്ചേറ്റിയത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയായാണ് കേരളീയം വിഭാവനം ചെയ്തിരിക്കുന്നത്. 2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് വിവിധ വേദികളിലായി കലാപരിപാടികൾ, ചർച്ചകൾ, സെമിനാറുകൾ, പ്രദർശനങ്ങളെല്ലാം നടന്നു. ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അവതരിപ്പിച്ച് വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ച ആഭ്യന്തര വരുമാനം കൂട്ടുകയെന്നതായിരുന്നു ലക്ഷ്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളീയം നടത്തിയെടുത്തു. ക്ഷേമ പെൻഷനും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയും മുടങ്ങിയിരുന്ന സമയത്താണ് പരിപാടി ആഘോഷമാക്കിയത്. കേരളീയം ദൂർത്താണെന്ന് പ്രതിപക്ഷം കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തി. പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു. പദ്ധതി നടത്തിപ്പിലെ സുതാര്യമില്ലായ്മ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി. കേരളീയത്തിന്റെ പേരിൽ ഈ അഡീഷണൽ കമ്മീഷണർ ESD ഇന്റലിജൻസിനെ കൊണ്ട് പണം പിടിപ്പിച്ചതിന് ഉത്തരം പറയാം. 2023 കേരളീയം പതിപ്പിൽ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ഉദ്ഘാടന ചടങ്ങിലെ സ്ത്രീ പ്രാതിനിധ്യമായിരുന്നു ആദ്യ വിവാദം. പരിപാടിയിലെ മറ്റൊരു പരസ്യ വിമർശനം ആദിവാസികളെ മോശമായി ചിത്രീകരിച്ചുവെന്നായിരുന്നു. ഇതിനു പുറമെയാണ് കടക്കണിയിലും ദൂർത്തെന്ന ആരോപണം. ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിനായതുമില്ല. 27,14,00,000 രൂപയാണ് ഒരാഴ്ച നീണ്ടുനിന്ന ഒന്നാം പതിപ്പിനായി ധനവകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. ഇതുകൂടാതെ ഓരോ വകുപ്പും പ്രത്യേകം സ്പോൺസർമാരെ കണ്ടെത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. വകുപ്പുകൾ പണം കണ്ടെത്തിയെങ്കിലും എത്ര രൂപ ലഭിച്ചെന്നതിനെക്കുറിച്ച് സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ല. പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയില്ല. ഏറ്റവും ഒടുവിൽ നിയമസഭയിലും ചോദ്യമുയർന്നെങ്കിലും പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നത്. അതനുസരിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപ. ഇതിനിടെയാണ് കേരളീയവുമായുള്ള സർക്കാരിന്റെ രണ്ടാം വരവ്. അനുകൂല കാലാവസ്ഥയും അവധിക്കാലവുമായതിനാൽ ഡിസംബർ മാസത്തിൽ നടത്താനാണ് ചീഫ് സെക്രട്ടറി തല ശുപാർശ. സംഘാടക സമിതി ശുപാർശ അംഗീകരിച്ചിട്ടുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവവും ഡിസംബർ മാസത്തിലാണ്. ചലച്ചിത്രോത്സവത്തിനോടൊപ്പം കേരളീയം നടത്തുന്നത് അനാവശ്യമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ധനവകുപ്പും PRDയും ചേർന്ന് പദ്ധതി തുക വിലയിരുത്തും. ഇത്തവണയും വകുപ്പുകൾ സ്പോൺസർമാരെ കണ്ടെത്തും. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണം PRD ഡയറക്ടറുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. അത് പൊതുഖജനാവിലേക്ക് വകമാറ്റിയിട്ടുമുണ്ട്. ക്ഷേമ പെൻഷനും സർക്കാരിന്റെ നിത്യച്ചെലവുകളടക്കം പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് വീണ്ടും കേരളീയവുമായി എത്തുന്നത്. പൊതുഖജനാവിന്റെ കൂടി സ്ഥിതി പരിശോധിക്കുമ്പോൾ കേരളീയം എന്തിനാണെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഒന്നാം പതിപ്പിന്റെ പോലും കുടിശ്ശിക നൽകാത്ത സ്ഥിതിക്ക് രണ്ടാം പതിപ്പിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ബ്രാൻഡ് ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണോ സർക്കാരിനെന്ന് ആർക്കും തോന്നിപ്പോകും. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആദ്യ കേരളീയം നടക്കുമ്പോൾ അതിൽ വലിയ ജനപങ്കാളിത്തം നമ്മൾ കണ്ടതാണ്. എന്താണ് രണ്ടാം പതിപ്പ് വരാൻ പോകുമ്പോൾ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഒരു കാരണവശാലും കേരളീയം എന്ന് പറയുന്ന പരിപാടി നടത്താൻ പാടില്ല. സർക്കാരിന് ഇത്രയും ഖജനാവിൽ പണമില്ലാത്ത നിൽക്കുന്ന സമയത്ത് ദൂർത്താണ്. പെൻഷനൊക്കെ വളരെ മുടങ്ങി കിടക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരിക്കുന്നതാണ് നല്ലത്. ഉറപ്പായിട്ട് 100% അത് ദൂർത്താണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കൊന്നും ഒരുപാട് നമ്മളെ പോലെ ജോലി ചെയ്യുന്നവർക്ക് പെൻഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. സത്യമാണ്, അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഖജനാവിൽ പണമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കേരളീയം നടത്തിയപ്പോഴത്തേക്ക് ഒരു ഗുണവും ഉണ്ടായതായിട്ട് ഞാൻ അറിയുന്നില്ല. ഗവൺമെൻറ് അത് ചെയ്യുമ്പോൾ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഗവൺമെൻറ് എന്ത് ചെയ്താലും ശരിയാണ്, നമ്മളത് സഹിച്ചേ പറ്റൂ. ആശ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് കേരളീയം പരിപാടി ചെയ്യുന്നതിലും ഭേദം പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തുകൂടെ എന്നാണ് ചോദ്യമായി